അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി. പ്രതിഷേധ സമരം നടത്തി. ബി.ജെ.പി. ജില്ലാ വൈസ് പ്രസിഡന്റ് രവി അടിയത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ നമസ്കാരം. ഈ നിൽക്കുന്ന കാഞ്ഞിരപ്പുഴ കനാലിൻ്റെ സംരക്ഷണ ഭിത്തി തകർന്നതുമായി ബന്ധപ്പെട്ട ഒരു സമരത്തിൻ്റെ സൂചനയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതിനെതിരെ കൃത്യമായ അന്വേഷണം നടപടികൾ ഉണ്ടായില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ സമരങ്ങൾക്ക് നമ്മുടെ നാട് സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നുള്ളതിൻ്റെ ഒരു സൂചന മാത്രമാണ് ഞങ്ങളിവിടെ നൽകുന്നത്. ഇവിടെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങളാണ് ഇത് തകർന്നു വീഴാൻ ഇടയായത് എന്ന് പറയുന്നു. അപ്പോൾ ഭൂമിശാസ്ത്രപരമായ ഒരു പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം ഒരു കരാറുകാരനും ഉദ്യോഗസ്ഥരും ഇത് നിർമ്മാണ പ്രവൃത്തിയിലേക്ക് കടക്കാൻ എന്നുള്ള ഒരു സാമാന്യ ബോധം ഇല്ലാത്ത ആളുകൾ ഈ നാടിൻ്റെ ഉത്തരവാദിത്വത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തമാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഇതിനെതിരെ അതിശക്തമായ സമരം തന്നെ ബി.ജെ.പി. വരും ദിവസങ്ങളിൽ കരിമ്പയുടെ സമരഭൂമികയിൽ സൃഷ്ടിക്കുമെന്നുള്ള കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. നന്ദി, നമസ്കാരം. കല്ലടിക്കോട് കാഞ്ഞിരപ്പുഴ ഇടതു കനാൽ, KPIP കനാൽ, ഇടക്കുറിശി ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത കനാൽ വശങ്ങൾ ഇടിഞ്ഞു വീണ സംഭവം വിജിലൻസ് അന്വേഷിക്കണമെന്ന് ബി.ജെ.പി. കരിമ്പ ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഒരു മാസത്തിനു മുമ്പാണ് ഈ ഭാഗം കോൺക്രീറ്റ് പൂർത്തീകരിച്ചത്. ഇനി വശങ്ങളിൽ മണ്ണിട്ട് നികത്തലടക്കമുള്ള ജോലികൾ ചെയ്യാനിരിക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഇടിഞ്ഞു വീണത്. കൂടാതെ പല ഭാഗത്തും അടർന്നു വീഴാറായ അവസ്ഥയിലുമാണ്. പ്രതിഷേധ സമരം ബി.ജെ.പി. ജില്ലാ വൈസ് പ്രസിഡന്റ് രവി അടിയത്ത് ഉദ്ഘാടനം ചെയ്തു. കരിമ്പ മണ്ഡലം പ്രസിഡന്റ് നിതിൻ ശങ്കർ അധ്യക്ഷനായി. 82 ലക്ഷത്തോളം രൂപ നീക്കിവെച്ചു ഇറിഗേഷൻ വകുപ്പ് കരാർ നൽകി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വശങ്ങളാണ് ഇടിഞ്ഞു വീണത്. ആവശ്യമായ മുൻകരുതൽ എടുക്കാതെ അശാസ്ത്രീയമായ നിർമ്മാണം അപകടകരമാണെന്ന് ബി.ജെ.പി. ആരോപിച്ചു. വിജിലൻസ് അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ പറഞ്ഞു. ജില്ലാ ജനറൽ സെക്രട്ടറി സജീഷ് പൊറ്റശ്ശേരി, PM ശിവദാസ്, KK ജയപ്രകാശ്, ശരത് വലുള്ളി, OR ശിവൻ, KR വിജയൻ, BK ചന്ദ്രകുമാർ എന്നിവർ സംസാരിച്ചു. കാഞ്ഞിരപ്പുഴ KPIP കനാലിൻ്റെ കരിമ്പ ഇടക്കുറിശി ഭാഗത്ത് 82 ലക്ഷം രൂപ വകയിരുത്തി കനാലിൻ്റെ സൈഡ് ഭിത്തി, കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയുണ്ടായി. ആ ഭിത്തി നിർമ്മിച്ച് ദിവസങ്ങൾക്കകം തന്നെ അതിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്ന് കനാലിൻ്റെ ഉള്ളിലേക്ക് വീഴുകയും മറ്റു ഭാഗങ്ങളിലൊക്കെ തന്നെ വ്യാപകമായ വിള്ളലുണ്ടായി മുഴുവനായും തകരുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഈ കനാലിൻ്റെ സൈഡ് സംരക്ഷണ ഭിത്തി നിൽക്കുന്നത്. ഇത് കരാറുകാരൻ്റെ നിരുത്തരവാദപരമായ നടപടികൾക്ക് ഈ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നത് കൊണ്ടാണ് ഇത്രയും 82 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുള്ള ഈ പദ്ധതി ഇങ്ങനെ തകർന്നു പോകാനുണ്ടായ സാഹചര്യം എന്ന് നമുക്കറിയാം. ഇത് കരാറുകാരൻ്റെ അനാസ്ഥയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ കൂട്ടുകെട്ടുമുണ്ട് എന്നുള്ളത് ഇവിടെ വന്നു നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും. ഒരു കോൺക്രീറ്റ് ഭിത്തി ഒരു മഴവെള്ളം വന്നു എന്നുള്ളത് വേണ്ടി ഇത്ര പൊളിഞ്ഞു ചാടണമെങ്കിൽ അതിൽ വേണ്ട രീതിയിലുള്ള മിക്സിങ് കറക്റ്റായില്ല എന്ന് മാത്രമല്ല വേണ്ട രീതിയിൽ സിമെൻറ്റ് ഉപയോഗിച്ചിട്ടില്ല എന്നും ഇത് കാണാൻ വേണ്ടി സാധിക്കും. അത് മാത്രമല്ല ഇതിൻ്റെ അടിയിൽ സാധാരണ ഒരു ബെഡ് കോൺക്രീറ്റ് ചെയ്യണം. ആ ബെഡ് കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ മേലെയാണ് സാധാരണ സംരക്ഷണ ഭിത്തി ചെയ്യേണ്ടത്. ഇത് വേണ്ട രീതിയിലുള്ള ബെഡ് കോൺക്രീറ്റ് ചെയ്യാതെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചതിൻ്റെ അപാകതയാണ് ഇങ്ങനെയുള്ള ഒരു ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സർക്കാരിന് സംഭവിക്കാനുണ്ടായ സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഒരു കാരണവശാലും ഇതിന് ബില്ല് അനുവദിച്ചുകൂടാ. അത് മാത്രമല്ല ഈ പ്രവൃത്തി മുഴുവൻ തുടക്കം മുതൽ അവസാനം വരെ വിജിലൻസ് അന്വേഷിക്കണം. ഉദ്യോഗസ്ഥർക്കെതിരെയും അതുപോലെ തന്നെ കരാറുകാരനെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ബി.ജെ.പി. ആവശ്യപ്പെടുകയാണ്. അതല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള സമരം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല.